ഹലോ എവ്രി വൺ. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ. ഈ ചോട്ടൂനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വെയിലുള്ളൊരു ഡേ. ഇത്രയും നേരം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വെയിൽ വന്നത്. അവൻ്റെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിൽ വന്ന് കിടക്കുകയാണ്. ഇപ്പം സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞു. അപ്പോൾ ദേ ചോട്ടു ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇവിടെ കിടക്കുകയാണ്. അപ്പം ഈ വീട്ടിൽ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എപ്പോഴും അവൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് എനിക്കൊന്ന് മുകളിൽ നിന്ന് വെള്ളം വീഴുന്നതൊക്കെ കാണാൻ പറ്റും, സൗണ്ടൊക്കെ കേൾക്കാം വെള്ളം വീഴുന്നതിൻ്റെ. അപ്പോൾ ആൾ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ തണലത്തോട്ട് മാറി കിടക്കുകയാണ്. പൊതുവേ എനിക്ക് തോന്നുന്നു ഇപ്പം മനുഷ്യനായാലും ഡോഗ്സിനായാലും വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവരും ഇപ്പോൾ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് വെയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെ അവരെയും കഴിവതും ഡെയിലി കുറച്ച് നേരം വെയിൽ കൊള്ളിക്കാൻ ശ്രമിക്കണം. വെയിലെന്ന് പറഞ്ഞാൽ പൊരി വെയിലത്ത് ഇറക്കി നിർത്തണ്ട, രാവിലെയും വൈകുന്നേരവും ഉള്ള ഇളം വെയിലുണ്ടല്ലോ, അതപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ മതി. അത്രയും നേരമെങ്കിലും ഇവർക്കും കുറച്ച് വെയിൽ കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും ഇപ്പോൾ അവൻ്റെ കൂടെ ഇവിടെ കുറച്ച് നേരം വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ ആൾ കുറച്ച് നേരം ആയപ്പോഴത്തേക്കും ടയർഡായെന്ന് തോന്നുന്നു. അവന് 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോഴേക്കും വെയിലത്തുനിന്ന് മാറിക്കളയും. അവന് പെട്ടെന്ന് ക്ഷീണിക്കുമെന്ന് തോന്നുന്നുണ്ട്. ചോട്ടു വന്നേ, ബാ. വരുന്നില്ല, ഞാൻ വിളിച്ചിട്ട്. അവിടെ എന്തോ നോക്കി കിടക്കുകയാണ് ആൾ. നല്ല വെയിൽ വന്നതുകൊണ്ട് തന്നെ കണ്ടോ, ആകാശത്തിനും ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട്. ശരിക്കും ഇവർക്ക് ഞാൻ ഈ അടുത്തിടെ ഒരു ഇതിൽ കണ്ടതാണ്, ഇവർക്ക് ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് 2 കളേഴ്സാണ് ഉള്ളതെന്നാണ് ഞാൻ ഈ അടുത്ത് മനസ്സിലാക്കിയൊരു സത്യമാണ് കേട്ടോ അത്. ഇത്രയും നാൾ വരെയുള്ള എൻ്റെ ഒരു അറിവെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാണാൻ പറ്റുന്നത് എന്നായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല, ഇവർക്ക് ശരിക്കും ഗ്രീനും ബ്ലൂ ആണ് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് എന്നാണ് ഈ അടുത്തായിട്ട് ഞാൻ കുറേ ചാനലുകളിലും പിന്നെ ചില വെറ്റിനറി ഡോക്ടർമാരും പറഞ്ഞുള്ള ഒരറിവാണ് കേട്ടോ. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇങ്ങനെയാണ് ഇപ്പം അടുത്തറിയാൻ പറ്റിയത്. അപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു. അവർക്ക് ഈ ഗ്രീനും ബ്ലൂ ആണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കളേഴ്സ്. അവരുടെ കണ്ണിൽ നന്നായിട്ട് കണ്ട അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ 2 കളേഴ്സാണ്. ബാക്കിയുള്ള എല്ലാ കളേഴ്സും അവർക്ക് ഗ്രേ ആയിട്ടാണ് കാണുന്നതെന്നാണ് മനസ്സിലായത്. ഇത് ശരിയാണെന്ന് എനിക്കും തോന്നാറുണ്ട്. കാരണം ചോട്ട് കൂടുതലും അവൻ്റെ ഫുഡ് കഴിക്കുന്ന പാത്രം ബ്ലൂ കളറാണ്. അപ്പോൾ അത് അവൻ ഭയങ്കരമായിട്ട് അതിട്ട് കളിക്കാറുണ്ട്. അതേസമയം അവൻ്റെ ടോയ്സ് എല്ലാം റെഡൊക്കെയാണ്. അപ്പോൾ അത് അത്ര അവൻ വലിയ മൈൻഡ് ചെയ്യാറില്ല. മേ ബി ഇങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതേപോലെ പുറത്ത് വന്നിങ്ങനെ മരങ്ങളും ചെടികളൊക്കെ നോക്കിക്കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. എത്ര നേരം വേണേലും ആൾ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കിടപ്പാൾ എത്ര നേരം വേണേലും കിടന്നോളൂ. അപ്പോൾ അത് ഈ കളറിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗ്രീൻ കളറുള്ള മെയിനായിട്ട് ഇവിടെ ഗ്രീൻ കളർ ചെടികളും മരങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മുടെ വീടിനകത്തൊന്നും ഗ്രീൻ കളറിൽ അധികം ഒന്നുമില്ല ചെടികളല്ലാതെ. പിന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അവന് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ നിന്നാൽ ഒത്തിരി ഗ്രീനറി അവന് കാണാൻ പറ്റും. പിന്നെ അവന് ഈ പുല്ല് കണ്ടോ, ഇതിനകത്തേക്കൊക്കെ ഇറങ്ങി നടക്കാനും ഈ പുല്ലിൽ ഇറങ്ങാനും അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഗാർഡൻ്റെ നടുക്ക്, അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം മഴ കാരണം ഞാൻ ആളിനെ അങ്ങനെ അധികം ഇറക്കത്തില്ല. കാരണം ഈ പുല്ലിലൊക്കെ ഇങ്ങനെ കണ്ടോ വെള്ളം നിൽപ്പുണ്ട്. അപ്പോൾ അവൻ്റെ കാലൊക്കെ പെട്ടെന്ന് നനയുകയും ചീറ്റാവുകയും ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇറക്കുന്നില്ല. അപ്പോൾ ആൾ വന്നതിന് ശേഷം നല്ല വെയിലായിട്ട് ഇതുവരെ ഒരവസ്ഥ വന്നിട്ടില്ല. ഇന്ന് മഴയില്ലെങ്കിൽ നാളെ മഴയുണ്ടാവും. അപ്പോൾ അങ്ങനെ ആൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും മഴയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നനഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഈ ഒരു പുല്ലിൻ്റെ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് അവനെ ഇറക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ അവനെ ഇതിനകത്തേക്ക് ഇറക്കി വിടണം. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് കൂടെ ഓടി നടക്കാനൊക്കെ. അപ്പോൾ എൻ്റെ കണ്ണ് തെറ്റിയാൽ ആളിറങ്ങി വരും. പിന്നെ അത് വലിയ പണിയാണ്. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാനും
വെള്ളം ഇവൻ്റെ ഈ ഒരു ഹെയേഴ്സിൽ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ എടാ അടങ്ങിയിരുന്നേ, അടങ്ങിയിരിക്ക്, കടിക്കല്ലേ, കണ്ട ഇതൊക്കെയാണ് പരിപാടി. ഇതിലിങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൽ ചെടിച്ചട്ടിയുടെ പ്ലാസ്റ്റിക്കിലാണ് ആൾ കടിക്കുക. പക്ഷെ പ്ലാസ്റ്റിക്കിൽ കടിച്ച് പതുക്കെ ചട്ടിയുടെ അകത്തോട്ട് പോകും. എന്നിട്ട് അതിൽ കിടക്കുന്ന കല്ലെടുക്കും. അതാണ് ആളുടെ സൂത്രം. അടങ്ങിയിരിക്കുക കുഞ്ഞു, അടങ്ങിയിരിക്കുക, ഗുഡ് ബോയ്. ആൾക്കപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഞങ്ങൾ ഇന്ന് വെയിലൊക്കെ വന്ന കാരണം സിറ്റ് ഔട്ടിലോട്ട് കുറച്ച് നേരം വന്നിരുന്നത്. അല്ലെങ്കിൽ ഇവനെയും കൊണ്ട് സിറ്റ് ഔട്ടിൽ വരവ് കുറവാണ്. ഇവനെടുത്ത് ഈ പുല്ലിനകത്തോട്ടൊക്കെ ചാടിക്കളയും. അപ്പോൾ ഈ വെള്ളം കയ്യിലും കാലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല പണിയുമാണ് ഡ്രൈ ആക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവന് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കവേ തന്നെ ഇവൻ ഛർദ്ദിച്ചായിരുന്നു. അപ്പോൾ അത് സത്യത്തിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ഇവന് ഞാൻ പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ കുറച്ച് ക്വാണ്ടിറ്റി, അതായത് 1 സ്പൂൺ പാല് ബാക്കി വെള്ളവും ചേർത്തിട്ട് അങ്ങനെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ എന്നാലും അവന് പാല് കുടിച്ചതിന് ശേഷമാണ് അവനിങ്ങനെ ഒരു ലൂസ് മോഷനും വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടായി. അപ്പോൾ പാല് നിർത്തി കഴിഞ്ഞപ്പോൾ ആൾക്കൊരു പ്രശ്നവും ഇല്ലാണ്ടായി, ഓക്കെ ആയി, ആൾ പഴയ പോലെ തന്നെ ആയി. അപ്പോൾ കഴിവതും പെറ്റ്സിനൊക്കെ പാല് കൊടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഡെയിലി കൊടുത്താലും ചിലപ്പം പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലാവത്തില്ല, ഇവർക്ക് കുഴപ്പമൊന്നും കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ലാന്ന്, പക്ഷേ ലോങ് ടേം എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് എഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പാല് കൊടുക്കൽ മാക്സിമം നിർത്തുന്നതായിരിക്കും നല്ലത്. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടും അറിയാം, ഇവർക്ക് പൊതുവെ പാല് കൊണ്ട് പ്രത്യേകിച്ചിട്ട് ഗുണമൊന്നുമില്ല, പാലിൽ നിന്ന് പ്രത്യേകിച്ച് പോഷകമൊന്നും ഇവർക്ക് കിട്ടാനില്ല. അപ്പോൾ പാല് കൊടുത്തേ പറ്റുമെന്ന് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു വളരെ ചെറിയ ക്വാണ്ടിറ്റി ബാക്കി വെള്ളവും ചേർത്തിട്ട് ഒരു പേരിന് കൊടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ ഡെയിലി പാല് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ചോട്ടുവിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വേറൊരു ദിവസം വരാം. കാരണം ഇന്ന് അവനും അത്ര ആക്റ്റീവല്ല, അവന് നല്ല ഉറക്കവും ക്ഷീണവും ഒരു ഉറക്കപ്പിച്ചിലിരിക്കുക. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതിനിടയിലാണ് ആളിപ്പോൾ ഇങ്ങോട്ട് എണീറ്റ് വന്നത്. ആൾ വരുന്നുണ്ട് അകത്തേക്ക് കയറാനായിട്ട്. ബാ, അകത്ത് പോവാം, ബാ. അപ്പം നമ്മളിനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം. ഇവനെയും കൊണ്ടൊന്ന് പുറത്ത് പോകണമെന്നുണ്ട്. അപ്പം ഇനി പുറത്ത് പോകുമ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ.